അബുദാബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്കടക്കം ആശ്വാസമാകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വിപുലീകരിച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയിലെ 4 നഗരങ്ങളിലേക്ക് കൂടി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നേരിട്ടുള്ള വിമാന സർവീസുകൾ ലഭ്യമാകും. നവി മുംബൈ, ഇൻഡോർ, ലക്നൌ എന്നിവിടങ്ങളിലേക്കാണ് പുതിയ നോൺ സ്റ്റോപ്പ് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഗുവാഹത്തിയിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസ് ഓഗസ്റ്റ് 7-ന് ആരംഭിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസുകൾ ഇന്ത്യയ്ക്കും UAE-ക്കും ഇടയിൽ വർദ്ധിച്ചു വരുന്ന യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏറെ സഹായകരമാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പുതിയ സർവീസുകൾ ആരംഭിക്കുന്നതിലൂടെ യാത്രക്കാർക്ക് നേരിട്ടുള്ള കണക്ടിവിറ്റി ഉറപ്പാക്കാനാകും. മുംബൈ, ന്യൂഡൽഹി, കൊച്ചി തുടങ്ങിയ പ്രധാന ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും അബുദാബി സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇത്തിഹാദ് എയർവേസ്, ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ നിലവിൽ പ്രതിദിന സർവീസുകൾ നടത്തുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി 2026 ഓഗസ്റ്റിലാണ് ഇന്ത്യ UAE റൂട്ടിൽ നിരവധി പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കുന്നത്. പ്രവാസികൾ, വിനോദസഞ്ചാരികൾ, ബിസിനസ്സുകാർ എന്നിവരുടെ വർദ്ധിച്ചു വരുന്ന യാത്രാ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ഇന്ത്യയ്ക്കും UAE-ക്കും ഇടയിൽ ആഴ്ചയിൽ 100 കണക്കിന് വിമാന സർവീസുകൾ ഇപ്പോൾ നടത്തുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ഗൾഫ് സെക്ടറിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാന സർവീസുകൾ പലതും നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഏപ്രിൽ മാസം മുതൽ തന്നെ UAE-ലേക്കുള്ള സർവീസുകൾ കമ്പനി പുനഃസ്ഥാപിച്ചു തുടങ്ങിയിരുന്നു. തുടർന്ന് ജൂലൈ മാസത്തിലാണ് മേഖലയിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. നിലവിൽ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, UAE തുടങ്ങിയ 13 ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് എയർ ഇന്ത്യ സർവീസ് നടത്തുന്നത്. ഈ മേഖലകളിൽ നിന്ന് ഇന്ത്യയിലെ 18 നഗരങ്ങളിലേക്ക് ആഴ്ചയിൽ ഏകദേശം 780 സർവീസുകൾ കമ്പനി നേരിട്ട് നടത്തുകയാണ്. അതേസമയം സൗദി അറേബ്യയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദിയ ജിദ്ദ, കോഴിക്കോട് സെക്ടറിലെ വിമാന സർവീസുകൾ ഡിസംബർ 4 മുതൽ പുനരാരംഭിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ഇതിനായുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 3 സർവീസുകളാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പ്രവാസികൾക്ക് പുറമെ മലബാറിലെ ഉംറ തീർത്ഥാടകർക്കും ജിദ്ദയിലേക്ക് നേരിട്ടുള്ള സർവീസ് സഹായകരമാകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.